നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെൻഷൻ മുടങ്ങി ജീവിക്കാൻ വകയില്ലാതെ ഭിക്ഷയാചിക്കാനായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ മറിയക്കുട്ടിയെ നമ്മൾ മറന്നു കാണില്ല. ഇപ്പോൾ കുറച്ചു കാലം വരെ മറിയക്കുട്ടിയായിരുന്നു വാർത്തകളിലെ മിന്നും താരം. ഒരൊറ്റയാൾ പോരാട്ടത്തിലൂടെ പ്രായത്തിന്റെ അവശതകൾ ഒന്നും തന്നെ വകവയ്ക്കാതെയാണ് മറിയക്കുട്ടി തനിക്ക് അവകാശപ്പെട്ട വിധവാ പെൻഷൻ ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിനിറങ്ങിയത്. അതോടുകൂടി നിരവധി ആളുകളാണ് മറിയക്കുട്ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. മറിയക്കുട്ടിയുടെ പേരിൽ വ്യാജ വാർത്തകൾ വരെ ഉണ്ടാക്കിയവർ പിന്നീട് അത് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതോടുകൂടിയൊക്കെ മറിയക്കുട്ടിക്ക് ഫാൻസ് ഒരുപാടായിരുന്നു. ഒരുപാട് ആളുകളാണ് മറിയക്കുട്ടിക്ക് സഹായം നൽകിക്കൊണ്ട് വന്നിരുന്നത്. എന്നിരുന്നാലും തനിക്ക് അർഹപ്പെട്ട വിധവാ പെൻഷൻ ലഭിക്കുവാൻ വേണ്ടി പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് തന്നെയാണ് മറിയക്കുട്ടി. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കോടതിയും സർക്കാരും തമ്മിലുള്ള തുറന്ന പോരാണ് നടക്കുന്നത്. വിധവാ പെൻഷൻ കുടിശ്ശിക കിട്ടാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ച ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ടി.ബി. ഹൂദ് എതിർപ്പറിയിച്ചത് കോടതിയിൽ നാടകീയ രംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹർജിയിൽ കോടതി വിധി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് സർക്കാർ അഭിഭാഷകൻ എതിർപ്പറിയിച്ചത്. വിധവാ പെൻഷൻ മുടങ്ങിയ മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇവർക്ക് പുറത്തുനിന്ന് സഹായ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുമുള്ള സർക്കാർ നിലപാടിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു കോടതി തുടങ്ങിയത്. ഗവൺമെന്റ് പ്ലീഡറുടെ പ്രസ്താവന വ്യക്തമാക്കാൻ നിർദ്ദേശിച്ച് ഹൈക്കോടതി ഉത്തരവ് പറയുന്നത് നിർത്തി. തുടർന്ന് രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം കണക്കിലെടുക്കേണ്ടതില്ലെന്നും അഭിഭാഷകൻ അറിയിച്ചു. തുടർന്ന് ഇവ ഹൈക്കോടതി രേഖപ്പെടുത്തിയില്ല. അഭിഭാഷകൻ പറഞ്ഞത് ഹർജിക്കാരുടെ പ്രവൃത്തി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രമുഖർ സഹായ വാഗ്ദാനം ചെയ്തെന്നുമുള്ളത് ആരോപണമല്ല, മാധ്യമങ്ങളിലും പൊതുയിടങ്ങളിലും പ്രചരിച്ച കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ആർക്കും കാണാവുന്നതാണ്. ആരെങ്കിലും കണ്ണടച്ചു പിടിച്ചാൽ കാണാനാവില്ല. ഹർജിക്കാരി പണം വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കോടതി ഏറ്റെടുത്ത വിഷയമാണ്. ആ സാഹചര്യത്തിൽ ഹർജിക്കാരി നിശബ്ദത പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ അവർ അത് ചെയ്യുന്നില്ല. സത്യസന്ധമായ പരാതിയുമായി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഇത് പറയില്ല. ഹർജിക്കാരിക്ക് സഹായം ആവശ്യമെങ്കിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയെ സമീപിക്കണമെന്നും കോടതി പറഞ്ഞു. ആവശ്യമെങ്കിൽ സഹായം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ അറിയിച്ചതും കോടതി രേഖപ്പെടുത്തി. ഹർജിക്കാരിയെയും സമാന സ്ഥിതിയിലുള്ളവരെയും കുറിച്ച് സഹാനുഭൂതി രേഖപ്പെടുത്തുകയാണെന്ന് അറിയിച്ചു. സാമ്പത്തിക നില മെച്ചപ്പെടുത്തുമ്പോൾ വിധവാ പെൻഷൻ ഉൾപ്പെടെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും ഏത് തീയതിയിൽ നൽകുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഭക്ഷണത്തിനും മരുന്നിനു വേണ്ടി ഇവരെ നിയമ നടപടികൾക്കായി വലിച്ചിഴക്കേണ്ടതില്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനങ്ങളുടെ മിടിപ്പ് സർക്കാരിന് അറിയാമെന്നാണ് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചത്. അത് കോടതി ചൂണ്ടിക്കാട്ടി. ഇനി ഹർജിക്കാരി പറഞ്ഞത് 2 രൂപ അഡീഷണൽ സെസ് 1 ലിറ്റർ പെട്രോൾ 20 രൂപ 500 മില്ലി മദ്യത്തിനും ഈടാക്കുന്നുണ്ട്. ഈ തുക എവിടെ പോയി? നിലനിൽപ്പിന് വേണ്ടി പാവപ്പെട്ട ഒരു സ്ത്രീ കോടതിയെ സമീപിക്കുമ്പോൾ പരിഹാരം നിർദ്ദേശിക്കാതെ ഇത്തരത്തിലുള്ള വാദം ഉന്നയിക്കരുത്. എവിടെയാണ് ഈ പണം പോയതെന്ന് അറിയിക്കണം. ആരുടെയും ചാരിറ്റി വേണ്ട. മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ളതോ അല്ലാത്തതുമായ സഹായം ഞാൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കോടതി നൽകുന്ന ഏത് ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാണ്. എന്നാൽ തിരിച്ചാണെങ്കിൽ കോടതി നൽകുന്ന ശിക്ഷ സ്വീകരിക്കാൻ സർക്കാർ അഭിഭാഷകൻ തയ്യാറാണോ? ഇത്തരം കാര്യങ്ങൾ പറയരുതെന്ന് കോടതി നിർദ്ദേശിക്കണം. ആവശ്യത്തിന് പീഡനം കിട്ടിക്കഴിഞ്ഞെന്നും ഹർജിക്കാരിയുടെ ഭാഗത്തു നിന്നുള്ള വക്കീൽ പറഞ്ഞു. ഏതായാലും ഈ ഒരു ചർച്ച ഇപ്പോൾ കോടതിയിൽ മുറുകുകയാണ്. എന്നിരുന്നാലും വീണ്ടും മറിയക്കുട്ടിയെ വേട്ടയാടൽ സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വാദം തുടർന്നുകൊണ്ട് പോകുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.